ലൈവിൽ വരണത് 11:45 12:45 ഇവർ ലൈവിൽ വന്ന് നിങ്ങളെ കഷവും നിങ്ങളെ പൊക്കിളൊക്കെ കണ്ട് കൈപ്പിടിച്ച് കിടന്ന് ഉറങ്ങുമ്പോൾ ലേറ്റ് ആവണം 2 മണി 3 മണിയാവും 2:30 ആവും. രാത്രിയായാൽ തുടങ്ങും സോഷ്യൽ മീഡിയയിൽ സ്ത്രീകളുടെ അഴിഞ്ഞാട്ടങ്ങൾ. മെമ്പർഷിപ്പ് എടുത്ത് ആണുങ്ങൾ കാത്തിരിക്കുകയാണ് ഇവളുമാരുടെ ഈ അഴിഞ്ഞാട്ടങ്ങളും അപരാധങ്ങളും കാണാൻ വേണ്ടിയിട്ട്. തുണി ഉരിഞ്ഞും കാശ് മേടിക്കാൻ റെഡിയായി സോഷ്യൽ മീഡിയ സെച്ചിമാര്. രാവിലെ ആകുമ്പോൾ ജോലിക്കൊന്നും ചേട്ടന്മാരെ കിട്ടുന്നില്ല. കാരണം എന്താ? ഇവളുമാരുടെ ഈ മെമ്പർഷിപ്പ് ലൈവ് തന്നെ. കാശ് പോയാലും വേണ്ടവില്ല, ജോലി പോയാലും വേണ്ടവില്ല, ഇവളുമാരുടെയൊക്കെ ലൈവ് മതി ചേട്ടന്മാർക്ക്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എന്റെ പൊന്നു ചേച്ചിമാരെ, ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഈ 11:45 12 മണിക്ക് ലൈവിൽ വരരുത്. കാര്യമായിട്ട് പറയണതാണ്. നിങ്ങളൊരു 9 മണിക്കൊക്കെ ലൈവിൽ വരും. കാരണം എന്താണെന്നറിയാം, നമ്മളവിടെ പണിക്ക് വരുന്ന മിക്ക പയ്യന്മാരും അപ്പൂപ്പന്മാരും ഉറക്കം തൂങ്ങിയാണ് പണിക്ക് വരുന്നത്. ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി എന്താ പറയുക, ഈ ചേച്ചിമാർ ലൈവിൽ വന്ന് വരുമ്പോൾ 11:45 12 മണിക്കൊക്കെയാണ് ലൈവിൽ പറഞ്ഞത്. നിങ്ങൾക്ക് ലൈവ് വന്നോടി. അമ്മ ഉറക്കപ്പിച്ചിലാണ് വരുന്നത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിച്ചപ്പോൾ കാരണം മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ നിങ്ങൾ 12:45 ലൈവിൽ വരണത് 11:45 12:45 ഇവർ ലൈവിൽ വന്ന് നിങ്ങളെ കഷവും നിങ്ങളെ പൊക്കിളൊക്കെ കണ്ട് കൈപ്പിടിച്ച് കിടന്ന് ഉറങ്ങുമ്പോൾ ലേറ്റ് ആവണം 2 മണി 3 മണിയാവും 2:30 ആവും. ഇത് എന്താണ് ചേച്ചി നടക്കുന്നത്? നിങ്ങൾ മര്യാദയ്ക്ക് മാനം മര്യാദ ഒരു 9 മണിക്ക് ലൈവിൽ വന്നല്ലേ ആമാര് വല്ല അപ്പൂപ്പനും എത്രയോ പേര് നിങ്ങളെ കാത്തിരിക്കുന്നറിയാം. പയ്യന്മാരും അപ്പൂപ്പന്മാരൊക്കെ ജോലി കഴിഞ്ഞ് വന്ന് കുളിച്ചെടുത്ത് റോട്ടിലൊക്കെ പേര് ചായ കുടിച്ച് വീട്ടിൽ വന്ന് ചോറൊക്കെ കഴിച്ച് 9 മണിയാകുമ്പോൾ റൂം അടച്ചവർ കഥ അടച്ചിട്ട് നിങ്ങളെ ലൈവ് കയറി നിങ്ങൾ 9 മണിയൊക്കെ ലൈവിൽ വന്നു കഴിഞ്ഞാൽ അവർ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ നിങ്ങളെ വയറും പൊക്കളൊക്കെ കണ്ട് അവരിന്ന് കൈ കടിച്ചിട്ട് അവർ കടന്നുറങ്ങി രാവിലെ അത് നല്ല ഉഷാറോടെ പണിക്ക് വരുമായിരുന്നു. ഇത് ഉറക്കപ്പിച്ചിലോടെയാണ് പറഞ്ഞത്. നിങ്ങളൊക്കെ 11 മണിക്കും 12 മണിക്കും ലൈവ് കഷ്ടമുണ്ട് ചേച്ചിമാർ. അപ്പൊ ചേട്ടന്മാരുടെ രോദനം കണ്ടില്ലേ? പണിക്കൊന്നും പോകാൻ ആളില്ല. പണിക്ക് വിളിക്കുമ്പോൾ പറയുന്നത് ഉറങ്ങിപ്പോയി. കാരണം എന്താ? രാത്രി ഉറക്കമില്ല. ഇവളുമാരുടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ലൈവിലേക്ക് ഇവളുമാർ ക്ഷണിക്കുന്നത് എങ്ങനെയാ? ഇവിടെയൊക്കെ കക്ഷ മണപ്പിച്ച് കാണിക്കുന്നതും മറ്റു പല ഭാഗങ്ങളും കാണിക്കുന്നതും അതും കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. അറപ്പ് തോന്നുന്ന രീതിയിലാണ് ഈ സ്ത്രീ വന്നിരുന്നിങ്ങനെ പറയുന്നത്. ലേശമെങ്കിലും ഉളുപ്പില്ലേ നിങ്ങൾക്ക്? കാരണം വൃത്തികേടുകൾ കാണിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. ഇത് മെമ്പർഷിപ്പ് അല്ല, അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിരിക്കുകയാണ്. കാരണം ഇത് കാണിച്ചിട്ടാണ് ഇവളുമാര് ആകർഷിക്കുന്നത് ആണുങ്ങളെ. ഇവളുമാര് ശരീരഭാഗങ്ങൾ ഇങ്ങനെ തെള്ളിപ്പിടിച്ച് കാണിക്കുകയും മണപ്പിക്കുകയും വൃത്തികേടുകൾ വിളിച്ചു പറയുകയൊക്കെ ചെയ്തിട്ട് ഇവരോട് പറയും മെമ്പർഷിപ്പ് എടുക്കാൻ. ഒരു ചാനലല്ല, 4-5 ചാനലുണ്ട്. ഈ 4-5 ചാനലിൽ മാറി മാറിയാണ് ഇവളുമാര് ലൈവിൽ വരുന്നത്. എന്തുകൊണ്ടാ? ഈ 4-5 ചാനൽ മെമ്പർഷിപ്പ് എടുക്കണം, അതിന് പൈസ കൊടുക്കണം. അപ്പൊ അത്രയും ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കുമ്പോഴത്തേക്ക് നല്ല വരുമാനം കിട്ടും. അപ്പൊ ഇനി അടുത്തത് ഇവള് പറയുന്നത് നമുക്ക് കേട്ട് നോക്കാം. താഴെ ഒരു നീല ജോയിൻ ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഓരോ മെമ്പർഷിപ്പും പ്രൈസും അവൈലബിൾ ആണ്. താല്പര്യമുള്ളവരൊക്കെ വേഗം എടുത്തോ. ഇന്നെടുത്താലേ ഇന്നോട്ടുള്ള ലൈവൊക്കെ കാണാം. അടിപൊളി ലൈവുകളൊക്കെയാണ്. നിങ്ങൾക്ക് എൻജോയ് പേയ്മെന്റ് ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് എൻജോയ്മെന്റ് ചെയ്യുന്ന ലൈവുകളാണ്. നോക്കൂത്തി അടുത്ത് കാണിക്കാമോ? ഭയങ്കര എൻജോയ്മെന്റ്. ജോബിനെ ബ്ലോക്ക് ആക്കും. ജോബിനെ കേട്ടോ, എതിർത്ത് പറയുന്നവരെ ബ്ലോക്ക് ആക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ജോയിൻ ചെയ്യുക, മെമ്പർഷിപ്പ് എടുക്കുക. നമ്മുടെ മെമ്പർമാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വേഗം ഇനിയും കമന്റ് ഇട്ട് കൊടുക്കുക. മെമ്പർഷിപ്പ് എടുത്തവരൊക്കെ ഒന്ന് കമന്റ് ഇട്ട് കൊടുക്കുക. ചേച്ചി ഞാൻ കുറെ നേരം കൊണ്ട് ഇവളോട് ഓരോ ശരീരഭാഗങ്ങൾ കാണിക്കാൻ ഈ ലൈവിൽ പറയും. അപ്പൊ പറയും മെമ്പർഷിപ്പ് എടുക്കാൻ. ആ ഉടുപ്പൊന്ന് തുറക്കോ, മെമ്പർഷിപ്പ് എടുക്കുക. പശ ഒന്ന് കാണിക്കോ, മെമ്പർഷിപ്പ് എടുക്കുക. അങ്ങനെ എന്തിനു ചോദിച്ചാലും മെമ്പർഷിപ്പ് എടുപ്പിക്കും. പകല് മൊത്തം ലൈവിൽ വന്ന് ആൾക്കാരെ വിളിച്ചു കൂട്ടുക മെമ്പർഷിപ്പിലേക്ക്. രാത്രി മെമ്പർഷിപ്പ്. ഉളുപ്പും മാനവും നാണവും ഇല്ലാത്ത വെറും ആണ് ഇവളൊക്കെ. ഇനി അടുത്തൊരു അവതാരത്തെ കാണിച്ചു തരാം. ഭയങ്കര പാല. ഞാൻ എന്ത് ചെയ്യാനാ? പക്ഷെ ഈ കഷത്തിലേക്ക് ഇത്ര പാലുണ്ടെന്നുള്ള കാര്യം ഞാൻ ഈ ലൈവിലേക്ക് ഇരിക്കുമ്പോഴാണ് അറിയില്ല. കാരണം ഞാൻ ഇങ്ങനെ തലയിൽ പറയുമ്പോഴേ എന്റെ പുറകെ കഷകാളെ മുടാവുന്നേ പോലെ കമന്റ് വരുമ്പോഴാണ് എന്റെ കഷത്തിന് ഇത്ര തീരുമാനം. ഏതവനാടാ ഇത്ര ദാരിദ്ര്യം പിടിച്ചവന്മാര്? ഇവളുമാരുടെ ഒക്കെ കഷ കാണാനായിട്ട് നടക്കുന്ന ദാരിദ്ര്യം പിടിച്ച കേരളത്തിലെ പുരുഷന്മാർക്ക് ഇത്രയ്ക്കും ലൈംഗിക ദാരിദ്ര്യമാണോ? ഇവളുമാരുടെയൊക്കെ ലൈവിൽ പോയും ഇവളുമാരുടെയൊക്കെ മെമ്പർഷിപ്പിൽ പോയി ഇവളുമാരുടെയൊക്കെ കഷവും മറ്റതും ഒക്കെ കണ്ട് അങ്ങ് സംതൃപ്തി അടയാനായിട്ട്. അപ്പൊ ഇത് നിമിഷ ബിജോ അറിയാമല്ലോ. വളരെ അന്തസ്സോടെയാണ് വന്നിരുന്നത് മീഡിയയ്ക്ക് മുന്നിൽ പറയുന്നത്. എൻ്റെ കക്ഷത്തിന് ഭയങ്കര ഫാനാണ്. കക്ഷത്തിന് മാത്രമല്ല കേട്ടോ, മറ്റു പലതിനും, എൻ്റെ ചെരുപ്പിന് വരെ, എന്തിന്, മൂത്രത്തിന് വരെ. ഈ മൂത്രത്തിന് വരെ ആരാധകന്മാരുള്ള നാടാണ് നമ്മുടെ കേരളം. നമുക്ക് അഭിമാനിക്കാം മലയാളികൾക്ക്. പകൽ വന്ന് ലൈവിൽ വന്നിട്ട് രാത്രി മെമ്പർഷിപ്പിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്ന
കുറച്ച് വൃത്തികെട്ട പെണ്ണുങ്ങളുടെ അഴിഞ്ഞാട്ടമാണ് നമ്മളുടെ ഈ സോഷ്യൽ മീഡിയയിൽ. ഇതിനൊക്കെ എതിരെ പ്രതികരിക്കുന്ന നമ്മളാണ് ഇന്ന് ശത്രുക്കൾ. നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഉടനെ വന്ന് നമ്മുടെ വീഡിയോയ്ക്കടിയിൽ വന്നിരുന്ന് അങ്ങോട്ട് പൂര തെറിവിളിയാണ്. നിനക്ക് അസൂയാണ്, നിനക്ക് കുശുമ്പാണ്, അല്ലെന്നുണ്ടെങ്കിൽ നിനക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് തെറിവിളിയോട് തെറിവിളിയാണ്. ഇവളുടെയൊക്കെ ആരാധകന്മാരാണ്. എന്തായാലും ഇതിനൊന്നും മോചനമില്ല. നമ്മളിനി എത്രയൊക്കെ പ്രതികരിച്ചെന്ന് പറഞ്ഞാലും, നമ്മൾ എത്രയൊക്കെ വീഡിയോ ഇട്ടെന്ന് പറഞ്ഞാലും ഇതിനൊന്നും ഒരു മോചനവുമില്ല. കാരണം ഇവളുമാർക്കൊക്കെ ഇതുപോലെ കാണിച്ച് കാശുണ്ടാക്കണം. ഇതുപോലെ അഴിഞ്ഞാട്ടത്തരങ്ങൾ കാണിച്ചും ഇതുപോലെ ആഭാസത്രങ്ങൾ വിളിച്ചു പറഞ്ഞും കാശുണ്ടാക്കി നല്ല റാണിമാരെ പോലെ ഇവളുമാർ ജീവിക്കുന്നു. യാതൊരു ഉളുപ്പും മാന്യതയുമില്ലാതെ ഇതുപോലെ വന്നിരുന്ന് അറയ്ക്കുന്ന വർത്തമാനങ്ങൾ പറയുന്ന ഇവൾക്കൊക്കെ ഒരുപാട് ഫാൻസാണുള്ളത്. ആ ഫാൻസുകാർ വന്ന് നമ്മളെ പൊങ്കാലയിട്ട് അങ്ങ് ഇല്ലാണ്ടാക്കി കളയും. ഇവളെ പോലുള്ളവളുമാരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ചേട്ടന്മാരൊക്കെ ഇങ്ങനെ ക്യൂ നിൽക്കുന്നിടത്തോളം കാലം ഇതുപോലെയുള്ളവളുമാർ ഇനിയും പെരുകത്തേ ഉള്ളൂ ഈ സോഷ്യൽ മീഡിയയിൽ.